ഒരിക്കൽ അത്രി മഹർഷി കാമത എന്ന വനത്തിൽ തപസ്സനുഷ്ഠിച്ചു. ഇക്കാലത്ത് അനാവൃഷ്ടിയാൽ ലോകം പ്രയാസങ്ങൾ നേരിടുകയായിരുന്നു. അനുദിനം വർദ്ധിച്ചു വന്ന കൊടിയ ചൂടിൽ ജലാശയങ്ങൾ വറ്റി വരളുകയും ഭൂഭാഗങ്ങൾ വെടിച്ചു കീറുകയും സസ്യലതാദികൾ കരിഞ്ഞുണങ്ങുകയും ചെയ്തു. ജനങ്ങൾ ദാഹജലത്തിനായി പരക്കം പാഞ്ഞു. ആ അവസരത്തിൽ അത്രി മഹർഷിയുടെ പത്നിയായ അനസൂയാദേവി മണൽ കൊണ്ടൊരു ശിവലിംഗം നിർമ്മിച്ച് അതിന്റെ പൂജയിൽ മുഴുകി. ഇതേ സമയം അത്രി മഹർഷി തപസ് അവസാനിപ്പിച്ച ശേഷം മടങ്ങി വന്നു. അദ്ദേഹം പത്നിയോട് ആവശ്യപ്പെട്ടു, ഭവതി കൊടിയ വേനലാൽ ദാഹജലം എങ്ങും കിട്ടാനില്ല. ദാഹത്താൽ എൻ്റെ നാവ് മരിച്ചു തുടങ്ങി. അല്പം ജലം എനിക്ക് തരിക. അനസൂയാദേവി ആകെ വിഷമിച്ചു പോയി. എവിടെ നിന്ന് അല്പം ജലം ലഭിക്കും? ദേവി ആ വനത്തിലെല്ലായിടത്തും ചുറ്റി നടന്നു. ഒരിറ്റ് ജലം പോലും കണ്ടെത്തുവാൻ സാധിച്ചില്ല. ദുഃഖിതയായ അനസൂയ ഗംഗാദേവിയെ പ്രാർത്ഥിച്ചു തുടങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോൾ അതിലാവണ്യവതിയായ ഒരു സ്ത്രീ അനസൂയയ്ക്ക് പ്രത്യക്ഷയായി. അവർ ഇങ്ങനെ പറഞ്ഞു, അല്ലയോ അനസൂയാദേവി, അവിടുത്തെ ദുഃഖകാരണം എനിക്ക് ഊഹിക്കാം. ദാഹിച്ചു വലഞ്ഞ ഭർത്താവിന് ജലം നൽകുവാനില്ലാത്തതിൽ അവിടുന്ന് ദുഃഖിക്കുന്നു. ഇനി ദുഃഖം വെടിഞ്ഞാനും. അവിശ്വസനീയതയോടെ തന്നെ ഉറ്റുനോക്കുന്ന അനസൂയയോട് ദേവി തുടർന്നു പറഞ്ഞു, അമ്മേ, അവിടുന്ന് എന്നെ മനസ്സിലായില്ലേ? ഞാൻ ഗംഗാനദിയാണ്. ശിവഭഗവാന്റെ നിർദ്ദേശത്താൽ ഞാൻ ഇവിടെ വന്നു ചേർന്നു. ദേവി, ശിവഭഗവാൻ അവിടുത്തെയും പുത്രനാണല്ലോ. മാതാവിൻ്റെയും വിഷമസ്ഥിതി എൻ്റെ പതിയായ ശങ്കരന് അസഹനീയമായി തീർന്നിരിക്കുന്നു. ദേവി, അവിടുന്ന് ഭൂമിയിൽ ഒരു പ്രവേശന ദ്വാരം ഉണ്ടാക്കി തന്നാലും ആ ദ്വാരത്തിലൂടെ ഞാൻ കുതിച്ച് പ്രവഹിക്കാം. ഗംഗാദേവി ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് തന്നെ അനസൂയ ഒരു ദ്വാരമുണ്ടാക്കി. അടുത്ത ക്ഷണം ആ സ്ഥലത്തുകൂടി നിർമ്മലവും പരിശുദ്ധവുമായ ഗംഗാജലം പുറത്തേക്ക് പ്രവഹിച്ചു. ഇരു കൈകളും കൊണ്ട് ജലമെടുത്ത് ശിരസ് നനച്ച അനസൂയയുടെ മിഴികൾ ഭക്തിസാന്ദ്രമായി തീർന്നു. ദേവി, അവിടെ തന്നെ സഹായിച്ചിരിക്കുന്നു. എൻ്റെ പതിയുടെ ദാഹശമനിയായി മാറിയ ദേവി, പ്രപഞ്ചത്തിൻ്റെ തന്നെ ദാഹജലമായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗംഗ, നീ ഒരു മാസം ഇവിടെ പാർത്ത് വേനലിൽ വരൾച്ച നേരിടുന്ന ഈ ദേശത്തെ രക്ഷിച്ചാലും അനസൂയ ആവശ്യപ്പെട്ടു. ഗംഗാദേവി അല്പനേരം ചിന്തയിൽ മുഴുകി. അതിനുശേഷം അറിയിച്ചു, അമ്മേ, അവിടുത്തെ നിർദ്ദേശം ഞാൻ സ്വീകരിക്കുന്നു. എന്നാൽ അവിടുന്ന് ഒരു നിബന്ധനയ്ക്ക് വിധേയമാകേണ്ടതുണ്ട്. അനസൂയ ദേവിയുടെ തപസ് വിശ്വപ്രസിദ്ധമാണ്. ദേവി അവിടുത്തെ ഒരു മാസത്തെ തപശക്തി എന്നിവയ്ക്ക് നൽകുക. പകരം ഒരു മാസം ഞാൻ ഈ ഭൂമിയെ നനച്ച് ഇവിടെ ചൈതന്യം നിറയ്ക്കാം. അനസൂയാദേവി സമ്മതിച്ചു. അതിനുശേഷം അനസൂയാദേവി ഗംഗാജലവുമായി അത്രി മഹർഷിയുടെ സമീപത്തെത്തി. ജലം കുടിച്ച് സംപ്രീതനായ മഹർഷി അന്വേഷിച്ചു, ഇത്ര പരിശുദ്ധമായ ജലം ദേവിക്ക് ലഭിച്ചത് എവിടെ നിന്നാണ്? അനസൂയ സംഭവങ്ങളെല്ലാം മഹർഷിയെ അറിയിച്ചു. അത്ഭുതത്താൽ മഹർഷിയുടെ കണ്ണുകൾ വിടർന്നു. ദേവി, ഒരായുഷ്കാലം മുഴുവൻ ഞാൻ തപസ് അനുഷ്ഠിച്ചും ഗംഗാദേവിയെ ദർശിക്കുവാൻ എനിക്ക് സാധിച്ചില്ല. ഇപ്പോൾ ഭവതിയുടെ കാരുണ്യത്താലെങ്കിലും എനിക്ക് ഗംഗയെ ദർശിക്കുവാൻ അവസരം ലഭിക്കുമോ? അത്രി അപേക്ഷിച്ചു. ഇപ്രകാരം അത്രി മഹർഷിയുടെ ആഗ്രഹം അറിഞ്ഞ അനസൂയാദേവി വീണ്ടും ഗംഗാദേവിയെ പ്രാർത്ഥിച്ചു. ഗംഗ പ്രത്യക്ഷയായി മഹർഷിക്ക് ദർശനം നൽകി. അപ്പോൾ അനസൂയ പ്രാർത്ഥിച്ചു, ദേവി, അവിടെ നിന്നും ഭൂമിയിൽ ഉണ്ടായിരിക്കണമേ. അനസൂയാദേവിയുടെ അർത്ഥനയ്ക്ക് ഗംഗാദേവി ഇങ്ങനെ മറുപടി നൽകി, ശരി, അവിടുത്തെ ഇച്ഛപ്രകാരം ഞാൻ ഭൂമിയിൽ വസിക്കാം. അതിനുശേഷം ഒരു കൊല്ലക്കാലത്തെ അവിടുത്തെ തപശക്തിയും ഭർത്തൃപരിചരണ ഫലവും എനിക്ക് നൽകണം. അനസൂയ സന്തോഷത്തോടെ ആ വ്യവസ്ഥയും അംഗീകരിച്ചു. ഉടൻ തന്നെ സാക്ഷാൽ കൈലാസനാഥൻ ലിംഗരൂപത്തിൽ അവിടെ പ്രത്യക്ഷനായി. അനസൂയയെയും അത്രി മഹർഷിയെയും ഭഗവാന്റെ ചരണങ്ങളിൽ നമസ്കരിച്ചു. അല്ലയോ അനസൂയ ദേവി, മഹർഷി, അവിടുത്തെ ഏതാഗ്രഹവും ഞാൻ സാധ്യമാക്കുന്നതാണ്. ഭഗവാൻ മൊഴിഞ്ഞു. പരമേശ്വര, പരിശുദ്ധമായ ഗംഗാനദിയുടെ സാന്നിധ്യം ഇന്ന് ഈ ഭൂമിയിൽ നിർമ്മലമാക്കണം. ദേവ, അവിടുത്തെ ദിവ്യസ്വരൂപ സാന്നിധ്യവും ഈ ഭൂമിക്ക് നൽകിയാലും. പ്രഭു, അവർ അപേക്ഷിച്ചു. അനസൂയ ദേവിയുടെയും അത്രി മഹർഷിയുടെയും അപേക്ഷ സ്വീകരിച്ച ഭഗവാൻ അരുളി ചെയ്തു, നിങ്ങളുടെ ഇംഗിതം സഫലമാക്കുവാൻ കഴിയുന്നത് തന്നെ പുണ്യമാണ്. ദേവി, അവിടുത്തെ പുത്രനായ ഞാൻ ഇന്നു മുതൽ അതീശ്വരൻ എന്ന പുണ്യനാമത്തിൽ ഇവിടെ സ്ഥിതി ചെയ്യുന്നതായിരിക്കും. അനന്തരം ഭഗവാൻ ലിംഗരൂപത്തിൽ അവിടെ താമസമുറപ്പിച്ചു. അത്രി മഹർഷിയും പത്നിയും ശിവാരാധനയിൽ മുഴുകി. അടുത്തത് അംബയ്ക്ക് മഹാദേവൻ കൊടുത്ത വരത്തിന്റെ കഥയാണ്. തുടരും.